പണ്ടൊരു കാലത്ത് ഒരു നദിക്കരയിൽ ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിന് മുകളിൽ ഒരു കുരങ്ങനും ജീവിച്ചു വന്നു. ആ കുരങ്ങൻ ഓരോ ദിവസവും മരത്തിലെ പഴങ്ങൾ ഭക്ഷിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. തനിക്ക് ആവശ്യമുള്ള പഴങ്ങൾ തിന്നതിന് ശേഷം ബാക്കിയുള്ള പഴങ്ങൾ നദിയിലേക്ക് എറിഞ്ഞ് സന്തോഷിക്കുകയും ചെയ്തു. ആ കുരങ്ങൻ വലിച്ചെറിയുന്ന പഴങ്ങൾ വെള്ളത്തിനടിയിൽ ജീവിച്ചിരുന്ന ഒരു മുതലയും കഴിച്ചു. ഒരു ദിവസം ആ മുതല വെള്ളത്തിൽ പുറത്ത് വന്ന്, "കുരങ്ങൻ ചങ്ങാതി, അങ്ങ് വലിച്ചെറിയുന്ന പഴങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ദിവസവും ഇതുപോലെ പഴങ്ങൾ വലിച്ചെറിയാമോ?" എന്ന് ചോദിച്ചു. മുതല ചോദിച്ചതിന് കുരങ്ങൻ സമ്മതിക്കുകയും ചെയ്തു. ഓരോ ദിവസവും ആ കുരങ്ങൻ മുതലയ്ക്ക് വേണ്ടി പഴങ്ങൾ പറിച്ചെറിയാനും തുടങ്ങി. ഇത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇവർക്കിടയിൽ നല്ല ഒരു സൗഹൃദമുണ്ടായി. അന്ന് മുതൽ ആ മുതല കുരങ്ങനോടൊപ്പം ഒരുപാട് സമയം ചെലവഴിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ മുതലയുടെ ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഒരു ദിവസം ആ മുതലയുടെ ഭാര്യ അസുഖം വന്നതുകൊണ്ട് തളർന്നു കിടന്നു. അതിന് ആ മുതല, "എന്ത് പറ്റി? എന്തിനാ നീ ഇങ്ങനെ കിടക്കുന്നത്?" എന്ന് സ്നേഹത്തോടെ ചോദിച്ചു. അതിന് ആ ഭാര്യ മുതല, "എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വൈദ്യൻ എന്താണ് പറഞ്ഞതെന്നറിയോ? ഒരു കുരങ്ങൻ്റെ ഹൃദയം കിട്ടിയാൽ അതുകൊണ്ട് മരുന്നുണ്ടാക്കിത്തരാന്ന് പറഞ്ഞു." "ഇത്രയുള്ളോ? ഇതിനാണോ ഇങ്ങനെ വിഷമിക്കുന്നത്? വിഷമിക്കണ്ട. എനിക്കൊരു കുരങ്ങൻ സുഹൃത്തുണ്ട്. ഞാൻ ചോദിച്ചാൽ അവൻ ഒരിക്കലും സമ്മതിക്കാതിരിക്കില്ല. അവനോട് ഞാൻ ചോദിക്കാം. അതിനുശേഷം അത് ഉപയോഗിച്ച് നിന്റെ തലവേദന സുഖമാക്കാം" എന്ന് സമാധാനിപ്പിച്ചു. ഉടനെ തന്നെ ആ മുതല കുരങ്ങനുള്ള സ്ഥലത്തേക്ക് പോയി. മരത്തിൻ മുകളിലിരിക്കുന്ന കുരങ്ങനോട്, "മിത്രനേ, ഇത്രകാലം നീ എന്നെ ഒരുപാട് സഹായിച്ചു. പക്ഷേ ഞാൻ ഇതുവരെ നിന്നെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചതേയില്ല. അതുകൊണ്ട് നിന്നെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാനാ ഞാൻ വന്നത്. നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഞാൻ തന്നെ തിരികെ കൊണ്ടുവന്ന് വിടാം. സമ്മതമാണോ?" മുതലയുടെ വാക്കുകൾ കേട്ട കുരങ്ങൻ മരത്തിൽ നിന്ന് ഇറങ്ങി മുതലയുടെ മുതുകിൽ കയറിയിരുന്നിട്ട്, "എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം" എന്ന് പറഞ്ഞ് രണ്ടുപേരും പുറപ്പെട്ടു. കുറച്ച് ചെന്നപ്പോൾ മുതല കരയാൻ തുടങ്ങി. അതുകൊണ്ട് കുരങ്ങൻ, "എന്ത് പറ്റി മിത്രനേ? എന്തിനാ കരയുന്നത്? എന്താന്ന് എന്നോട് പറ." അപ്പോൾ മുതല തൻ്റെ ഭാര്യയുടെ സ്ഥിതി പറഞ്ഞു. "എൻ്റെ ഭാര്യയുടെ അസുഖം ഗുണമാകാൻ കുരങ്ങൻ്റെ ഹൃദയം വേണം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇതിന് ശേഷം നീ ജീവനോടെ ഉണ്ടാവില്ല. നിന്റെ സൗഹൃദവും ഇല്ല. നീ പറിച്ചെറിയുന്ന പഴങ്ങളും ഇല്ല." മുതലയുടെ വാക്ക് കേട്ട് പേടിച്ചു പോയ കുരങ്ങൻ ഉടൻ തന്നെ ആലോചിച്ച്, "മിത്രനേ, നിനക്ക് ഒട്ടും ബുദ്ധിയില്ല. നിനക്ക് നേരത്തെ പറയായിരുന്നില്ലേ? ഞാൻ എൻ്റെ ഹൃദയം മരത്തിൻ മുകളിൽ വെച്ചിട്ട് വന്നു. ഹൃദയമില്ലാത്ത എന്നെക്കൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം? നമ്മൾ എന്താണ് ചെയ്യുന്നത്?" എന്ന് മുതല ചോദിച്ചു. "എന്താണ് ചെയ്യുന്നതെന്ന് ഇപ്പോഴാണോ ചോദിക്കുന്നത്? തിരിച്ച് എന്നെ മരത്തിൽ കൊണ്ടുപോയി വിട്. ഞാൻ എൻ്റെ ഹൃദയം എടുത്തോണ്ട് വരാം. അത് ഉപയോഗിച്ച് നിന്റെ ഭാര്യയുടെ അസുഖം മാറ്റാം" എന്ന് പറഞ്ഞു. ഇതൊക്കെ വിശ്വസിച്ച മുതല കുരങ്ങനെ വീണ്ടും കരയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന ഉടൻ ഒറ്റച്ചാട്ടത്തിന് കരയിലേക്ക് കയറി കുരങ്ങൻ. "മിത്രനേ, വേഗം പോയി നിന്റെ ഹൃദയം എടുത്തോണ്ട് വാ." വേഗം മരത്തിൻ മുകളിൽ കയറിയ കുരങ്ങൻ, "എൻ്റെ അമ്മോ, ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ കൊന്നു തിന്നേനെ." ഒരുപാട് സമയമായിട്ടും കുരങ്ങനെ കാണാതിരുന്നപ്പോൾ, "മിത്രനേ, നീ എന്താ താഴെ ഇറങ്ങാത്തത്? ഹൃദയം എടുത്തോണ്ട് വേഗം വാ" എന്ന് പറഞ്ഞു. "ആ കാര്യം നീ മറന്നോ?" ഇത് കേട്ട ഉടൻ കുരങ്ങൻ തിരിച്ചു, "എടാ വിശ്വാസവഞ്ചക, നിന്റെ സുഹൃത്തായ എന്നെ നീ കൊല്ലാൻ നോക്കിയല്ലേ? നിനക്ക് നിന്റെ ഭാര്യയെ രക്ഷിക്കണോ? നിന്റെ സൂത്രം എനിക്ക് മനസ്സിലായി." ഇതൊക്കെ കേട്ട മുതല നാണക്കേട് സഹിക്കാൻ വയ്യാതെ വെള്ളത്തിനടിയിലേക്ക് തന്നെ പോയി. ഈ കഥയുടെ സാരം എന്തെന്നാൽ, മുള്ളിനെ മുള്ള് കൊണ്ട് തന്നെ എടുക്കണം, ചതിയെ ചതി കൊണ്ട് തന്നെ നേരിടണം. Amazing!